നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അയ്യപ്പസ്തുതി ഉയരുന്ന ദേശവിളക്കിൽ മക്കത്തെ മംഗല്യരാവ്, നന്ദഗോവിന്ദത്തിന്റെ മനസ്സിനെ മെൽറ്റാക്കുന്ന ഗീതങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് ഭജൻസ്. നീതു എസ് രമേശന്റെ റിപ്പോർട്ട് കാണാം. ജൻസികൾ ഭക്തി മൂഡിലാണ്, അല്ലല്ല ഭജൻ മൂഡിലാണ്. K-pop കേട്ട് നടന്നവർ ഭജൻ സോങ്സിനും താളം പിടിക്കുകയാണിപ്പോൾ. വൃന്ദാവന നികുഞ്ചങ്ങൾ ഇല്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു എന്ന് നന്ദഗോവിന്ദം ഭജൻ പാടിയപ്പോൾ അതിലലിഞ്ഞവരിൽ യുവാക്കളുമുണ്ട്. അയ്യപ്പസ്തുതി ഉയരുന്ന ദേശവിളക്കിൽ മക്കത്തെ മംഗല്യരാവ് പാടിയ കൊച്ചുമിടുക്കിയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണിപ്പോൾ. ഒരു തവണ കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിപ്പിക്കുന്ന അത്രയും മധുരിതമാണ് നന്ദഗോവിന്ദത്തിന്റെ പാട്ടുകൾ ഓരോന്നും. പാട്ടും അതിന്റെ ഈണവും മാത്രമല്ല, അവരുടെ ഡ്രസ്സിങ്ങും സ്റ്റേജ് ഡിസൈനിങ്ങും ശ്രോതാക്കളുമായുള്ള ഇന്ററാക്ഷനും ഒക്കെയും മാസ്മരികമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ശബ്ദമുഖരിതമായ സംഗീതത്തിൽ നിന്ന് മനസ്സിന് സമാധാനം നൽകുന്ന ശാന്തമായ അന്തരീക്ഷം ജൻസിയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഓരോ തവണയും ട്രെൻഡിംഗ് ആകുന്ന ഇവരുടെ ഭജൻസ്. സാമൂഹിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ച ഇന്നത്തെ കാലത്ത് യുവതലമുറ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകി തുടങ്ങി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉത്കണ്ഠ കുറയ്ക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന ലോഫി ഗാനങ്ങൾ, ധ്യാന സംഗീതം, ഭജനകൾ പോലുള്ള ആത്മീയ ഗാനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ഈ പുതിയ തരംഗത്തെ സസന്തോഷം സ്വീകരിച്ചുകൊണ്ടാണ് ഭജൻ സംഘങ്ങൾ യുവാക്കൾക്കിടയിലും സ്വാധീനം നേടുന്നത്. ഭജന സംഘം എന്നതിലുപരി ഭക്തി സംഗീതത്തെ പുത്തൻ ട്രെൻഡുകളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പാരലൽ സംസ്കാരം ഇന്ത്യയിൽ വളർന്നു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേരളവും ഈ ട്രെൻഡിന്റെ ഭാഗമാകുന്നു. അതിൽ മുൻപന്തിയിൽ തന്നെ 25 വർഷത്തിലധികം പാരമ്പര്യമുള്ള നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഗീത കൂട്ടായ്മയുമുണ്ട്. തൃശൂർ എടവിലങ്ങിൽ നടന്ന ദേശവിളക്ക് ഉത്സവത്തിലാണ് അനന്തജ്യോതി എന്ന മിടുക്കി മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ട് പാടിയത്. ഖദീജ ബീവിയെ കുറിച്ച് പാടുന്ന അയ്യപ്പ ഭക്തരെ മലയാളക്കരയാകെ ഏറ്റെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഗോപാലൻ എന്ന പ്രതീഷ് താൻ അംഗമായിരുന്ന ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിനു വേണ്ടി 9 വർഷം മുൻപാണ് ഈ വരികൾ എഴുതിയത്. ഈണമിട്ടതും ഇദ്ദേഹം തന്നെ. വിഷം കലക്കുന്ന മനുഷ്യരില്ലെങ്കിൽ എത്ര സുന്ദരമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് പോലും അമിത കാൽപ്പനിക ക്ലീശയായേക്കാം. പക്ഷേ സ്വപ്നം കാണില്ല എന്ന് നമ്മൾ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും എന്തു രസമാണെന്നാണ് സൂഫി ഗായകനായ സമീർ ബിൻസി മക്കത്തെ മംഗല്യരാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പല വീഡിയോകളും പുതുതലമുറയ്ക്ക് ഭജൻസിനോടുള്ള താല്പര്യം എടുത്തു കാട്ടുന്നതാണ്. മാനസികാരോഗ്യം മോശമാകുന്നു എന്ന് തോന്നിയാൽ അത് മറികടക്കാൻ പുതുതലമുറയിലെ നല്ലൊരു പങ്കും ഭക്തിഗാനങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് പഠനം. പാട്ടിന്റെ താളവും ഭാവവും ആ കൂട്ടായ്മയും അവർക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നുവെന്നും വിലയിരുത്തലുണ്ട്. ഈ വിശകലനങ്ങളെല്ലാം ശരിയാണെന്ന് ഒരു പരിധിവരെ തെളിയിക്കുന്നതാണ് ഭജൻസ് കേൾക്കാൻ ഒത്തുകൂടുന്നവരുടെ തിരക്ക്. ഫേസ്ബുക്കിലും മറ്റുമൊക്കെ AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രായമായവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ കാണാറില്ലേ നിങ്ങൾ? ഒറ്റ നോട്ടത്തിൽ തമാശയാണെങ്കിലും ഇതല്പം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ പൊന്നുമോൻ ഉണ്ടാക്കിയതാണിത്. ലൈക്ക് കിട്ടില്ല എന്നറിയാം, എങ്കിലും പട്ടിണിയുടെ വിലയറിയുന്നവർ ഒരു ലൈക്ക് ഇടുമോ? ഫേസ്ബുക്കിലും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാകും. കുഞ്ഞുമക്കളുടെ കഴിവ് മാത്രമല്ല, കാണാൻ ഭംഗിയില്ല, തടിയുണ്ട്, കറുത്തതാണ്, പറ്റുമെങ്കിൽ ഒരു ലൈക്ക് എന്നും, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുമൊക്കെ സെന്റി പോസ്റ്റുകളും ഇഷ്ടം പോലെ. ഇവയുടെ എല്ലാം പൊതുഘടകം എന്താണ്? ഇവരൊന്നും ജീവിച്ചിരിക്കുന്നവരല്ല, മറിച്ച് AI ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത കൃത്രിമ ചിത്രങ്ങളാണ് എന്നതാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും ഇത് AI ആണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. എന്നാൽ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം യഥാർത്ഥ വ്യക്തികളാണെന്ന് വിചാരിച്ച് കമന്റ് ബോക്സിൽ അഭിനന്ദനങ്ങൾ ചക്കരയെന്നും പൊന്നിൻകുടത്തിന് എന്താ പൊട്ട് എന്നും ജീവിതം നൽകാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ നമ്പർ ഇതാ എന്നുമൊക്കെ കമന്റ് ചെയ്ത് തകർക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ഇവിടെ ഉണ്ട് എന്നതാണ്. സ്മാർട്ട് ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും AI ലോകത്തിലേക്കുമൊക്കെ
ഈ അടുത്ത കാലത്ത് മാത്രം പ്രവേശനം ലഭിച്ച ഒക്കെ പഠിച്ചു വരുന്ന 50 കഴിഞ്ഞവരും വൃദ്ധജനങ്ങളുമൊക്കെയാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവരിൽ 99% എന്ന് പറയാം. ഇത്തരം പോസ്റ്റുകളുടെ അടിയിൽ നിഷ്കളങ്കത കൊണ്ട് ആശംസകളും അന്വേഷണങ്ങളും നേരുന്നവരെയും അറിവില്ലായ്മയും മണ്ടത്തരവും കൊണ്ട് ഫോൺ നമ്പർ മുതൽ അഡ്രസ്സ് വരെ എഴുതിയിടുന്നവരെയും 2K കിഡ്സും 90s കിഡ്സും പരിഹാസ കഥാപാത്രങ്ങളായി കണ്ട് വസന്തമെന്നും ബൂമറെന്നും ഒക്കെ വിളിക്കുന്നത് പതിവാണ്. എന്നാൽ ഇങ്ങനെ ചിരിച്ചു തള്ളിക്കളയാനും മാത്രം നിസ്സാരമായ തമാശയല്ല ഇത്തരം തട്ടിപ്പുകളൊക്കെ. കോൺടാക്ട് ഡീറ്റെയിൽസ് കൈമാറലും വ്യാജ വിവാഹ വാഗ്ദാനങ്ങളും ഭൂമിയിടപാടും അശ്ലീല ചാറ്റുകളും തുടങ്ങി പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ ആകാം കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയ്ക്കും കൈകാലില്ലാത്ത കുട്ടി വരച്ച ചിത്രത്തിനും ലൈക്കും കമന്റ് കൊണ്ട് നിറയ്ക്കുന്ന പ്രിയപ്പെട്ടവർ അറിയാനാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നതിൽ ഭൂരിഭാഗവും. അതിനാൽ കരുതിയിരിക്കണം. ഏതായാലും പോലീസിന്റെ മുന്നറിയിപ്പിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോസ്റ്റുകളും അതിടുന്ന പേജുകളും. എന്നാൽ അമ്മാവന്മാരെ കളിയാക്കിക്കൊണ്ട് ട്രോൾ ചെയ്ത 2K കിഡ്സിനും 90s കിഡ്സിനും കിട്ടിയ ഒരു മറുപടിയുണ്ട്. ഇതേ രീതിയിൽ നിർമ്മിച്ച ചില AI ചിത്രങ്ങൾ ഒറിജിനൽ ആണെന്ന് കരുതി വൈറലാക്കുക. സിനിമാ സെറ്റുകളിൽ നിന്നും ലീക്കായതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല ചിത്രങ്ങളും വലിയ എക്സൈറ്റ്മെന്റിൽ ഇക്കൂട്ടർ ഷെയർ ചെയ്യുകയും പിന്നീട് എപ്പോഴെങ്കിലും അമളി മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ സിനിമകളുടെ പ്രമേയം മനസ്സിലാക്കി അതിനനുസരിച്ച് AI ചിത്രം നിർമ്മിക്കും. അല്ലെങ്കിൽ സെറ്റിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയിലെ ഡീറ്റെയിൽസ് മറ്റൊരു രീതിയിൽ പകർത്തും. AI യുഗത്തിനൊപ്പം എത്താൻ സാധിക്കാത്തതാണ് മധ്യവയസ്കർക്ക് പറ്റിയതെങ്കിൽ AI തങ്ങളുടെ ചിന്തകൾക്കും അപ്പുറം കയറി സഞ്ചരിച്ച് ഒടുക്കത്തെ പെർഫെക്ഷൻ കൈവരിച്ചതാണ് യുവാക്കൾക്ക് കിട്ടിയ പണി. പഴുത്ത ഇല വീഴുന്നത് കണ്ട് പച്ച ഇല ചിരിക്കണ്ട എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലെ ചില മധ്യവയസ്കർ പറയുന്ന ചൊല്ലിൽ ഇപ്പോൾ ചെറിയ പ്രസക്തിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 6 മാസത്തിനപ്പുറം 2026 ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമാകും. എന്നാൽ മഞ്ഞക്കുപ്പായത്തിൽ ലോകകപ്പിൽ ബൂട്ടണിയാൻ നെയ്മർ ഉണ്ടാകുമോ? പരിക്കുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന താരത്തിന്റെ ഇനിയുള്ള സാധ്യതകൾ എങ്ങനെ? മെറിൻ കെ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി 6 മാസങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 184 ദിവസങ്ങൾ. അതെ, ജൂൺ 11-ന് US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി 2026 ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കം. എന്നാൽ ആ 10ാം നമ്പർ കുപ്പായത്തിൽ ലോകകപ്പിൽ ബൂട്ടണിയാൻ നെയ്മർ ഉണ്ടാകുമോ? പരിക്കുകൾ വല്ലാതെ അലട്ടുന്ന താരം കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്ക് വരെ ഒരുങ്ങുകയാണ്. പരിക്കുകൾ അലട്ടുന്നു എന്ന് പറയുമ്പോഴും ആ പരിക്കുകളെ വകവയ്ക്കാതെ ടീമിനായി കളം നിറഞ്ഞു കളിക്കുന്ന മറ്റൊരു മുഖവും നെയ്മറിനുണ്ട്. അത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. തരം താഴ്ത്തലിന്റെ ഭീഷണിയിൽ നിൽക്കുകയായിരുന്നു ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ്. വേദന കടിച്ചമർത്തി അവസാന മത്സരത്തിനായി കളത്തിലിറങ്ങിയ സൂപ്പർ താരത്തിന്റെ മികവിൽ ബ്രസീൽ സീരിയയിൽ സാന്റോസ് സ്വന്തമാക്കിയത് 3-0 ജയവും ഒപ്പം തരം താഴ്ത്തലിൽ നിന്നുള്ള രക്ഷപ്പെടലും. 20 ടീമുകൾ അടങ്ങുന്ന ലീഗിൽ തുടർ തോൽവികളായിരുന്നു സാന്റോസിന്റെ ഫലങ്ങൾ. ഇതോടെ പട്ടികയിൽ താഴേക്ക് വീണ ടീം 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന ആശങ്കയും വന്നു. പിന്നെ ആരാധകർ കണ്ടത് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന നെയ്മറിന്റെ കളത്തിലേക്കുള്ള മടങ്ങി വരവ്. സീസണിൽ സ്പോർട്ട് റെസിഫയ്ക്കെതിരെ 3-0 ജയത്തിൽ ഒരു ഗോൾ താരത്തിന്റെ വകയായിരുന്നു. പിന്നാലെ നടന്ന യുവന്റൂഡയ്ക്കെതിരായ മത്സരത്തിൽ ഹാട്രിക്കും താരം സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ താരം കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. 6 മാസങ്ങൾ മാത്രം അകലെയുള്ള ലോകകപ്പ് മത്സരങ്ങൾക്കായി താരം പൂർണ്ണ ഫിറ്റ്നസോടെ തിരികെ കളത്തിലേക്ക് എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച, ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് 24.